ശ്രീ സർ നമസ്കാരം. നെയ്യാറ്റിൻകരയിലെ സമാധിയാണിപ്പോൾ ചർച്ചാ വിഷയം. ഈ സമാധിയുമായി ബന്ധപ്പെട്ട് പോലീസ് അതിലൊരു ദുരൂഹതയുണ്ട് എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് പൊളിക്കാൻ വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞതാണ്. പക്ഷേ ഇതിൽ ഉയരുന്ന സംശയമെന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു സമാധി തന്നെ ആയിരിക്കുമോ, ഇനി അതല്ല ഇത് ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തി ഒരു സമാധി രൂപത്തിൽ അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതാണോ എന്നാണ് ഏറ്റവും സംശയങ്ങൾ ഉയരുന്നത്. അവരുടെ ബന്ധുക്കളുടെ അവിടുത്തെ പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ പലതരത്തിലുള്ള ആളുകളും പറയുന്നത് ഇതൊക്കെ അഭിനയമാകാനാണ് സാധ്യത, കൃത്യമായിട്ട് ഇതിനെ വിലയിരുത്തേണ്ടതുണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ ചില സംഘടനകളൊക്കെ ഇതൊരു വർഗീയമാക്കി മാറ്റാനും ഉള്ള ശ്രമങ്ങൾ കൂടെ നടത്തുന്നുണ്ട്. യഥാർത്ഥ സമാധി എന്ന് പറയുന്ന അവസ്ഥയെ പോലും പരിഹസിക്കുന്ന രീതിയിലേക്ക് ട്രോളുകൾ കൊണ്ട് നിറയുകയുമാണ് സോഷ്യൽ മീഡിയ. എന്തായിരിക്കും ഈ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്? പാർത്ഥൻ നമസ്കാരം. പാർത്ഥൻ തന്നെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിന് ആമുഖമായിട്ട് രണ്ട് പോസിബിലിറ്റി പറഞ്ഞു അല്ലേ? യഥാർത്ഥ രീതിയിലത്തേക്കുള്ള സമാധി ആണോ, അതോ അതിന് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ദുരൂഹ മരണത്തിനെ കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണോ? ഇത് രണ്ട് സംശയങ്ങളാണ്. ഇനി മൂന്നാമതും സംശയം ഉണ്ടാകാം, മറ്റ് പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇവിടെ നമുക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ഇങ്ങനെയുള്ള കുറേയധികം സംശയങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളപ്പോൾ അതിലൊരു തീർപ്പുണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മുടെ നാട്ടിൽ ഈ ഒരാളിൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ മരണത്തിൽ ആ കുടുംബത്തിന് മാത്രം അഭിപ്രായത്തിന് സ്വാതന്ത്ര്യമുള്ള ഒരു രീതിയിലുള്ള ഒരു സമൂഹമല്ല നമ്മുടേത്. കാരണം മരണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു അസ്വാഭാവികതയുണ്ട് എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അതിന് പുറത്ത് കേസെടുക്കാം, പോലീസിന് നേരിട്ട് കേസെടുക്കാം, അന്വേഷിക്കാം. അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ശാസ്ത്രീയ പരിശോധനകൾ, ഫോറൻസിക് പരിശോധനകൾ ആവശ്യമുണ്ടോ അതെല്ലാം തന്നെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അത് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഹോസ്പിറ്റലിലൊക്കെ പലപ്പോഴും ബ്രോഡ് ഡെഡ് എന്ന് പറയുന്ന സമയത്ത് പോലും എങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകട്ടെ എന്നൊക്കെ തന്നെ പറയുന്ന രീതിയിലത്തേക്കുള്ള നിയമവ്യവസ്ഥ പോലും നമ്മുടെ നാട്ടിലുള്ളത് അതിനു വേണ്ടിയിട്ടാണ്. കാരണം ഏതെങ്കിലും രീതിയിൽ ദുരൂഹമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ, എങ്ങനെയെങ്കിലുമുള്ള ഒരു അസ്വാഭാവിക മരണത്തിനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിനെ റൂൾ ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും അന്തിമമായി ഒരു മനുഷ്യന് അയാളുടെ മരണശേഷം നമ്മുടെ സ്റ്റേറ്റിന് നൽകാൻ കഴിയുന്ന ഒരു ആദരവാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ വളരെ സർപ്രൈസിംഗ് ആയിട്ട് തോന്നുന്നത് ഈ നെയ്യാറ്റിൻകരയിലുള്ള വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫാമിലി അഫെയർ ആയിട്ടാണ് അവർ കരുതുന്നത്. ഒരു വ്യക്തി മരിക്കുന്നു, അത് മരിച്ചിരിക്കുന്നത് ആ കുടുംബത്തിലുള്ള ഒരാളാണ്, കുടുംബനാഥനാണ്. അപ്പോൾ അദ്ദേഹം മരിച്ചു, അദ്ദേഹത്തിൻ്റെ അവസാന ആഗ്രഹം എന്ന് പറയുന്നത് സമാധിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു ജീവൽ സമാധിയിലേക്ക് പോയി. ഞങ്ങൾ അദ്ദേഹത്തിനെ സമാധിയിൽ അവിടെ ഇരുത്തി, അതിനുശേഷം ഞങ്ങളതെല്ലാം തന്നെ ചില പ്രത്യേക ശിലകളും മറ്റും കൊണ്ടുവന്ന് അത് മൂടി ഞങ്ങളത് തേച്ച് റെഡിയാക്കി അവിടെ വെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഇതിനെപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത്, അതിൽ നാട്ടുകാർ ഇടപെടുന്ന സമയത്ത്, മാധ്യമങ്ങൾ ഇടപെടുന്ന സമയത്ത്, പോലീസ് ഇടപെടുന്ന സമയത്ത്, ജില്ലാ ഭരണകൂടം ഇടപെടുന്ന സമയത്ത് ഒക്കെ തന്നെ ഇവർ നിങ്ങൾക്ക് ആർക്കും തന്നെ ഇതിൽ ഇടപെടാനുള്ള യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല എന്ന രീതിയിലത്തേക്കാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ബേസിക് ഇഗ്നറൻസ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ പറഞ്ഞതുപോലെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദുരൂഹതയുണ്ട് എന്നുള്ള ഒരു ചെറിയ ഒരു ആരോപണമുണ്ടെങ്കിൽ പോലും അത് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ കുടുംബത്തിന് പ്രത്യേകിച്ച് താല്പര്യമില്ല എങ്കിലും, ഇപ്പോൾ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ താല്പര്യമില്ല, ഒരു ബ്രോഡ് ഡെഡ് കേസിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഫാമിലിക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കില്ലല്ലോ. പിന്നീട് അത് പോലീസിലേക്ക് പോകുന്നു, പോലീസാണ് പിന്നെ ആ മൃതശരീരത്തിൻ്റെ കസ്റ്റോഡിയൻ. പിന്നീട് ആ ഫോർമാലിറ്റി എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ആ ശരീരം വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുന്ന രീതിയിലത്തേക്കുള്ള വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. രണ്ടാമത്, ഇതൊരു കേവലം ഹിന്ദു മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ ആചാരത്തിൻ്റെയോ സമാധിയുടെയോ പ്രശ്നം പോലുമല്ല. ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു മാൻ മിസ്സിംഗ് കേസായിട്ടാണ്. അതായത് നമ്മൾ ഈ പറയുന്ന നെയ്യാറ്റിൻകരയിലുള്ള ഗോപൻ സ്വാമിയെ കാണുവാനില്ല. അവിടെ ഈ പറയുന്ന സമാധി മണ്ഡപത്തിനുള്ളിൽ അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഉണ്ട് എന്ന് വീട്ടുകാർ പറയുന്നു. ഉണ്ട് എങ്കിൽ അദ്ദേഹം അവിടെ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അസ്വാഭാവിക മരണമാണ് എങ്കിൽ ഈ പരിശോധനകൾ കഴിഞ്ഞതിന് ശേഷം ആദ്യം തന്നെ കേസെടുക്കേണ്ടത് വീട്ടുകാർക്കെതിരെയാണ്. ഇനി സ്വാഭാവിക മരണമാണ് എങ്കിൽ പോലും മറ്റുള്ള ആൾക്കാരെ അറിയിക്കാതെ അദ്ദേഹത്തിന് നിയമപ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം അവിടെയുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാതെ, അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചത്, സാക്ഷികളുണ്ടോ, ഈ കാര്യങ്ങളൊന്നും ഫുൾഫിൽ ചെയ്യാതെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചതിന് ശേഷം അടുത്ത ബന്ധുക്കളെയോ നാട്ടുകാരെയോ അറിയിക്കാതെ അതിനെ പെട്ടെന്ന് ഒരു ദുരൂഹ നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണോ അത് മറവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അതിന് സമാനമായ രീതിയിലത്തേക്ക് മറവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവിക മരണമാണെങ്കിൽ പോലും എന്തിനിത് ചെയ്തു എന്ന രീതിയിലത്തേക്കുള്ളൊരു ചോദ്യമുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേറ്റിനൊരു താല്പര്യമുണ്ടല്ലോ. അപ്പോൾ സ്റ്റേറ്റ് അവിടേക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് കാര്യം എന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കാനായിട്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെ
ഒരു സാങ്ഷനോടുകൂടി ഒരു ഓർഡറോടുകൂടി അവിടെ വരുന്ന സമയത്ത് അവരെ അവിടെ പ്രവേശിപ്പിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിയമവ്യവസ്ഥയോടുള്ള ലംഘനമാണ്. അപ്പോൾ ഒരു ക്രൈമാണ് നടന്നിരിക്കുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പോലീസുകാരെ ഡ്യൂട്ടിയിൽ തടസ്സപ്പെടുത്തി ഇങ്ങനെ നിരവധി വകുപ്പുകൾ അവിടെ ചാർത്താൻ പറ്റും. അങ്ങനെയുള്ള ഒരു കേസാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി അദ്ദേഹം സന്യാസം സ്വീകരിച്ചിരിക്കുന്ന ആളായിരിക്കാം, ആത്മീയമായിട്ട് വളരെ എലിവേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നിരിക്കാം, അദ്ദേഹത്തിന് സമാധി തിരഞ്ഞെടുക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൃതശരീരം അല്ലെങ്കിൽ സമാധിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് എന്ത് ചെയ്യണം എന്ന് ഏകപക്ഷീയമായിട്ട് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് തീരുമാനിക്കാനായിട്ടുള്ള ഒരു അവസ്ഥയുള്ള നാടല്ല നമ്മുടേത്. പിന്നെ സമാധി എന്ന് പറയുമ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു, സമാധി എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ തന്നെ പരിഹാസ്യമാക്കുന്ന രീതിയിലത്തേക്കുള്ള കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നു. ശരിയാണ്, കാരണം പല സന്യാസിമാർ, ഋഷിവര്യന്മാരെ ഒക്കെ തന്നെ സമാധിയിലേക്ക് പോയിട്ടുണ്ട്. ആ സമാധി ഒന്നും തന്നെ ഇങ്ങനെ വളരെ ഗോപ്യമായിട്ട് ചെയ്യുന്ന കാര്യവുമല്ല. അതിന് അവരുടെ ശിഷ്യന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്, ചില ആചാര്യന്മാർ നിന്ന് അവരുടെ കാർമ്മികത്വത്തിലാണ് അന്തിമ ചടങ്ങുകൾ നടത്തുന്നത്. അതിനെ ഇരുത്തുന്നതിനൊരു പ്രൊസീജിയറുണ്ട്, അതിന് ജപമുണ്ട്, അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. ഇവർ പറയുന്നത് ആ സമയത്ത് കാണാൻ പാടില്ല. സമാധി അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പോയിട്ടുണ്ടോ എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യാൻ പാടില്ല, കാരണം ആ പരിശോധനകളൊന്നും തന്നെ പറ്റില്ല. പോലീസ് ആ പ്രദേശത്തേക്ക് വരുന്നത് പോലും അതിൻ്റെ പവിത്രത നശിപ്പിക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനെ പറയുന്ന ആൾക്കാർ പിന്നീട് അവിടെ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടോ. ഒന്ന്, ആ സമാധി സ്ഥലത്ത് അവിടെ ഇരുന്നിട്ട് കൂട്ടം കൂടി അവിടെ ഇരുന്നതിന് ശേഷം ബഹളം ഉണ്ടാക്കുന്നു. അവിടെ എൻ്റെ മൃത്യു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടേക്ക് ആൾക്കാരെ പ്രവേശിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന രീതിയിലത്തേക്ക് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു. ഇതര സമുദായത്തിലുള്ള ആൾക്കാരെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാരെ തീവ്രവാദികൾ എന്ന് വിളിച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള വർഗീയ പ്രസ്താവനകൾ മുഴക്കുന്നു. ഇതൊക്കെ തന്നെ പവിത്രത കൂട്ടുകയാണോ ചെയ്യുന്നത്? ഞാൻ പറയുന്നത് ഇവരുടെ ഈ ഒരു ഇടപെടൽ, ഇവരുടെ ഈ പെരുമാറ്റമാണ് ആ സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ആ സമാധിയുടെ പവിത്രത നഷ്ടപ്പെടുത്തുന്നത്. അതല്ലാതെ മരണം സർട്ടിഫൈ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ്. ഇവിടെ ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ മകൻ സനന്ദൻ എന്ന് പറയുന്ന മകനോടൊപ്പം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, മരിച്ചോ ഇല്ലയോ എന്ന് നോക്കാൻ 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഇദ്ദേഹം മൂക്കത്ത് വിരൽ വെച്ച് നോക്കി എന്നാണ്. മൂക്കത്ത് വിരൽ വെച്ച് നോക്കിയതിന് ശേഷം മരണം സ്ഥിരീകരിച്ചു, അല്ലെങ്കിൽ ശരീരം ശ്വാസം എടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയെന്നാണ്. ഇത് കേട്ടിട്ട് സത്യത്തിൽ എനിക്ക് മൂക്കത്ത് വിരൽ വെക്കാനാണ് തോന്നിയത്. കാരണം ഇന്ന് നമ്മൾ കണ്ട ഒരു വാർത്തയുണ്ട്, കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരാളിനെ ഈ നേരത്തെ പറഞ്ഞ പോലെ ബ്രോഡ് ഡെഡ് പോലത്തെ ഉള്ള ഒരു സിറ്റുവേഷനിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. മരിച്ചു എന്ന് കരുതി പിന്നെ മോർച്ചറിയിലേക്ക് നീക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്താണ് ജീവനക്കാരവിടെ കാണുന്നത് ശരീരത്തിൽ ജീവനുണ്ട്, തുടിപ്പുകളുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ പോലും ഇങ്ങനെ ഒരു സാഹചര്യത്തിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതായത് അദ്ദേഹം മരിച്ചിട്ടില്ല. അതിലൊരു രസകരമായ കമന്റ് ഞാൻ കണ്ടത്, ഈ പറയുന്ന അറ്റൻഡറെ പിടിച്ച് ഡോക്ടറാക്കുകയും ഡോക്ടറെ പിടിച്ച് അറ്റൻഡറാക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമല്ല. ഈ പോസ്റ്റ്മോർട്ടത്തിന് വിടുന്ന കേസുകളിലാണെങ്കിലും അതേപോലെ തന്നെ മോർച്ചറിയിലേക്ക് മാറ്റുന്ന സമയത്താണെങ്കിലും ഒക്കെ തന്നെ ആൾക്കാർക്ക് ജീവനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് ഇന്ത്യക്കും പുറത്തും നിരവധി സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി പറയുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു, കാരണം വയറ്റിൽ തൊട്ട് നോക്കി, എന്നിട്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൂക്കത്ത് വിരൽ വെച്ച് നോക്കിയപ്പോൾ ശ്വാസമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ ഇതിലെ ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇത് കുടുംബത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ ലാർജർ ഹിന്ദു വിഷയമായിട്ട് ചിത്രീകരിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതായത് അവർ പറയുന്നത് നോക്കൂ, അതിൽ കുറേ സംഘടനകൾ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി പോലെയുള്ള VSDP പോലെയുള്ള സംഘടനകൾ ഇടപെടുന്നുണ്ട്, അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് ചില മുദ്രാവാക്യങ്ങളൊക്കെ അവിടെ ഉയരുന്നത് പോലും മറ്റേ മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, ഇത് ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തുകയാണ് എന്നൊക്കെ പറയുന്നു. ഞാൻ പറയുന്നത് ഇതിലൊന്നും അങ്ങനെ വ്രണപ്പെടാനുള്ള മതവികാരം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മളൊക്കെ തന്നെ മതാചാരം അനുസരിച്ച് ജീവിക്കുന്ന, ആരാധനാ സ്വാതന്ത്ര്യമുള്ള, അത് അനുവർത്തിക്കുന്ന പ്രാക്ടീസിങ് ഹിന്ദുക്കളാണ്. ഈ സമാധി എന്ന് പറയുന്ന കോൺസെപ്റ്റിനോട് ബഹുമാനമുള്ള ആൾക്കാരുമാണ്. പക്ഷേ നമ്മളിതിനെ എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? അത്യന്തം ദുരൂഹമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയത്തിൻ്റെ ലയബിലിറ്റി, അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് എന്തെങ്കിലും നമ്മൾ പറയുന്ന ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാകേണ്ടതുണ്ടോ? അങ്ങനെ ഉണ്ടാകേണ്ടത് പോലുമില്ല. കാരണം ഗോപൻ സ്വാമി സമാധിയാകും എന്ന് ഗോപൻ സ്വാമിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ മക്കൾ നേരത്തെ ഹിന്ദു സമൂഹത്തിനോട് അനൗൺസ് ചെയ്തിട്ടുണ്ടോ? ഇന്ന ദിവസം ഇന്ന സമയത്ത് ഗോപൻ സ്വാമി സമാധിയാകും, ഇത് ഹിന്ദുക്കൾക്കുള്ള ഒരു അറിയിപ്പാണ്, പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സമാധിയാകുന്ന സമയത്ത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സമാധി ആയതിന് ശേഷം ദർശനത്തിന് അനുവദിച്ചിട്ടുണ്ടോ? ഇല്ല. സമാധിയായ ശേഷം ആ സമാധി ഇരുത്തുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാരോട് പറയുകയോ അവരിൽ നിന്ന് പെർമിഷൻ എടുക്കുകയോ അല്ലെങ്കിൽ അവരെ കൂടി സഹകരിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. അവസാനം ഇവർ പോസ്റ്റർ പതിപ്പിക്കുന്ന സമയത്താണ് ഈ ഹിന്ദു സമൂഹം ഉൾപ്പെടെ ഈ കാര്യം അറിയുന്നത്.
എന്നിട്ട് ഇത് ഹിന്ദു മതവികാരത്തിനെ വ്രണപ്പെടുത്തുകയാണ്, അതുകൊണ്ട് ഡിഫെൻഡ് ചെയ്യേണ്ടത് ഹിന്ദുക്കളുടെ മൊത്തത്തിലുള്ള ലാർജർ താല്പര്യമാണെന്നൊക്കെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ഈ കുടുംബക്കാരാണെങ്കിലും ഈ സംഘടനകളാണെങ്കിലും ഒക്കെ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഹിന്ദുക്കൾക്ക് എന്താ ഇങ്ങനെ അവരോട് പോലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളുടെ ഒരു എക്സ്റ്റൻഡഡ് ലൈബിലിറ്റി ഏറ്റെടുക്കേണ്ടതിനുള്ള എന്ത് ഉത്തരവാദിത്വ ബോധമാണ് ഇവർക്ക് ഉണ്ടാകേണ്ടത്? അങ്ങനെയൊന്നുമില്ല. ഇനി അതില്ല സാർ, ഇതിൽ ഇവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സമാധി സംഭവിച്ച ശേഷം അദ്ദേഹത്തിന്റെ ആത്മാവ് ശിവലോകത്തിലേക്ക് പോകുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. പിന്നീട് പറഞ്ഞത് ആ പറഞ്ഞ കാര്യം കണ്ടു എന്ന് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കാത്ത രീതിയിലേക്കുള്ള ചില പ്രതികരണങ്ങളും കൂടെ നമ്മൾ കണ്ടു. ഇത്തരത്തിൽ എന്താണ്, ഇപ്പോൾ ഒരാൾ സമാധി സംഭവിച്ചാൽ തന്നെ ചുറ്റുമുള്ള ആളുകൾക്ക് അത് കാണാനുള്ള കഴിവുണ്ടോ, അല്ല അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ ഇപ്പോൾ തന്ത്ര പോലുള്ള അല്ലെങ്കിൽ വളരെ സ്പിരിച്വലായി നിൽക്കുന്ന ആളുകളോട് പോലും നമ്മൾ ചോദിക്കുമ്പോൾ അത്തരത്തിലൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. വളരെ അടുത്ത ശിഷ്യന്മാർക്ക് പോലും അത് കാണാനുള്ള സാധ്യത ഒരു പക്ഷേ ഉണ്ടാവാറില്ല എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇത് എല്ലാ തരത്തിലും ദുരൂഹമാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഈ അന്വേഷണത്തോട് സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടതല്ല. ഈ പറയുന്ന എന്താണ് ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘടനകളൊക്കെ ഇതിൽ സ്വീകരിക്കുന്ന നിലപാട് അത്ര ശരിയല്ല എന്നുള്ളത് തന്നെയല്ലേ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ? അല്ല, ഇതിലൊരു വലിയ പ്രശ്നമുണ്ട് പാർത്ഥന. അതായത് ഹിന്ദു ഐക്യവേദി പോലെ ഒരു ഹിന്ദു താല്പര്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു സംഘടന എന്ന് സ്വയം അവകാശപ്പെടുന്ന, പേരിൽ തന്നെ അങ്ങനെയുള്ള ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിൻ്റെ ശരിതെറ്റുകൾ, ഇവിടെയുള്ള നിയമവ്യവസ്ഥ എന്താണ്, ഈ കാര്യത്തിനെ പറ്റി ഒരു വീണ്ടും വിചാരമില്ലാതെ ഇതിലേക്ക് ഇടപെടേണ്ടത് ആവശ്യമുണ്ടോ? സത്യത്തിൽ ഇങ്ങനെയുള്ള ഏതൊരു സംഘടനയാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും ചെയ്യേണ്ടത് ആ കുടുംബത്തിനോട് പറയണം, നിങ്ങളിവിടെ ചെയ്തിരിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ക്രൈം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് ഊഹിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് ലൈബിലിറ്റി ഏറ്റെടുക്കേണ്ടുന്ന ബാധ്യത ഹിന്ദു സമൂഹത്തിനില്ല. ഹിന്ദു സമൂഹത്തിൻ്റെ കൂടി ഭാഗമായി നിൽക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഈ കാര്യത്തിൽ സ്റ്റേറ്റിനോട് സഹകരിക്കണം എന്നാണ്. ഇവിടെ അന്വേഷണം നടക്കട്ടെ, ആ കാര്യങ്ങളെല്ലാം നടന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലത്തേക്ക് ഇതിലൊരു സമാധി മണ്ഡപം ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾ അതിന് സഹകരിക്കാം എന്ന് വേണം ഇവർ പറയാൻ. അതല്ലാതെ ഇതിനെ ഒരു ഹിന്ദു മുസ്ലിം വിഷയമായിട്ട് ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കേണ്ടതില്ല. കാരണം ഇവിടെ ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുടുംബ പ്രശ്നമാണ്, നാട്ടുകാർ ഇടപെടേണ്ട എന്ന് പറയുന്നു. പിന്നീട് അത് ഹിന്ദു വിഷയമാണ് എന്ന രീതിയിലും ഒരു വികാരം വ്രണപ്പെടുന്നു എന്നും പറയുന്നു. പിന്നീട് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ട് അവിടെ നിലനിൽക്കുന്ന ചില പ്രോപ്പർട്ടി ഫൈറ്റുകൾ, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല ആൾക്കാരും തമ്മിൽ നിൽക്കുന്ന പല സംഘർഷങ്ങളെയൊക്കെ തന്നെ ഉദാഹരിച്ചുകൊണ്ട് ഇവരിതിനെ ഒരു ഹിന്ദു മുസ്ലിം വിഷയമാക്കുകയാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഏറ്റവും അവസാനം നമുക്കൊട്ടും വേണ്ടാത്ത ഒരു വിഷയമെന്ന് പറയുന്നത് ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം വർഗീയ കലാപം ഉണ്ടാവുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു വിഷയത്തിലേക്ക് വിത്തുപാകുന്ന രീതിയിലത്തേക്ക് എന്തിനാണ് ഇവർ ശ്രമിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിൽ ഒരു ഹിന്ദു മുസ്ലിം വിഷയമില്ല. അവിടെ നിങ്ങൾ ഈ വർഗീയവാദികളായിട്ടുള്ള തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ നാട്ടിലെ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ ആ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രാക്ടീസിങ് ഹിന്ദു ആയിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൽ ഈ കുടുംബത്തിനോടൊപ്പം അല്ല. അവിടെ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ആചാരം സംരക്ഷിക്കപ്പെടുകയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഒരു മാൻ മിസ്സിംഗ് കംപ്ലയിൻ്റ് ആണ്, അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അത് പോലീസിൻ്റെ ഉത്തരവാദിത്തമല്ല, അത് ഹിന്ദു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമൊന്നുമല്ല. ഇവർ ഈ പറയുന്ന പോലെ ഒരാളിനെ കാണുന്നില്ല, ആ കല്ലറയ്ക്കുള്ളിൽ ആരാണെന്ന് അറിയില്ല. അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ പറ്റി അതിൽ എന്ത് സാഹചര്യത്തിലാണ്, അസ്വാഭാവിക മരണമാണോ, ഈ കാര്യത്തിനെ പറ്റിയൊന്നും അറിയാതെ വെറുതെ ഇവരുടെ വക്കാലത്ത് എടുക്കേണ്ടുന്ന എന്ത് ഉത്തരവാദിത്തമാണ് ഇവിടെ ഹിന്ദു സമൂഹത്തിനുള്ളത്? ഞാൻ പറയുന്നത് പോലീസ് ഇവരെ ചോദ്യം ചെയ്യേണ്ടുന്ന രീതിയിൽ ചോദ്യം ചെയ്യണം. ഇവിടെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കടുത്ത അനാസ്ഥയുണ്ട്. കാരണം ഇവരവിടെ വന്നു നിന്നതിന് ശേഷം നമുക്കറിയാമല്ലോ, ആ പോലീസിൻ്റെ മാർഗ്ഗതടസ്സം ഉണ്ടാക്കുന്നു, അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവുമായി വരുന്ന പോലീസ് അവരുടെ കർത്തവ്യ നിർവഹണത്തിന് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ചർച്ചയിൽ എന്നോടൊപ്പം ഇരിക്കേണ്ടുന്നയാളല്ല, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. കാരണം അതിൽ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ മറ്റു കാര്യങ്ങളെ വികാരപരമായിട്ട് സമീപിച്ചാൽ പോലും വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി അവിടെയുള്ള ആൾക്കാർ തീവ്രവാദി മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളിനെ ഇതിലല്ലെങ്കിലും മറ്റൊരു വകുപ്പിൽ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? ഇത് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന കാര്യമല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നതിന് ശേഷം പിന്നെയും എന്താണ് ഇവരെ ന്യായീകരിക്കാനായിട്ട് സംഘടനകൾ വരിക, വ്യക്തികൾ വരിക, അങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘടനകളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്ന കാര്യമാണ്. പിന്നീട് ഒരു വളരെ ജെനുവിനായിട്ടുള്ള ഒരു ഹിന്ദു വിഷയത്തിൽ ഇടപെടുന്ന സമയത്ത് ആൾക്കാർ എങ്ങനെയായിരിക്കും ഇവരെ പറ്റി കരുതുക? നിങ്ങൾ മറ്റേ ആ വിഷയത്തിൽ സമാധി വിഷയത്തിൽ പോയി ഇടപെട്ടതല്ലേ എന്ന രീതിയിലത്തേക്കൊക്കെ പറയും. ഞാൻ പറഞ്ഞ അതിൻ്റെ ഉത്തരവാദിത്വം എന്താ? ഹിന്ദു സംഘടന എല്ലാ ഹിന്ദു വിഷയങ്ങളിലും പോയി, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ എല്ലാ വിഷയങ്ങളിലും പോയി തലയിടേണ്ടതല്ല. മറിച്ച് ഹിന്ദുക്കളുടെ ആചാരപരമായിട്ടുള്ള സമുദായപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അതിൽ ഇവരൊരു ഓബ്വിയസ് ഡിസഡ്വാൻറ്റേജിലാണ് എങ്കിൽ അത് പറയുന്നതിനും
അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ എന്ത് കൊള്ളരുതായ്മ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പിന്തുണയ്ക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു ധർമ്മമാണ് നമ്മൾ നിറവേറ്റേണ്ടത് എന്ന രീതിയിലത്തേക്കൊന്നും തന്നെ ഇവരാരും തന്നെ ചിന്തിക്കേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അവരുടെ കുടുംബാംഗങ്ങൾ പറയുന്നത് പോലും ലോജിക്കലല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുത്തു വന്ന് അതിൽ അദ്ദേഹം പറയുകയാണ്, മാൻ മിസ്സിംഗ് കംപ്ലൈൻറ്റ് ആകുമ്പോൾ മാൻ അവിടെ ഉണ്ട് എന്ന് തെളിഞ്ഞാൽ പോരെ, എങ്കിൽ പിന്നെ അദ്ദേഹം ഇരിക്കുന്ന ആ സമാധി മണ്ഡപത്തിൻ്റെ അവിടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ മനസ്സിലായിക്കൂടെ എന്ന് പറയാം. അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഉള്ളത് ആരാണ് എന്നറിയാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ഇവരെ പല ആൾക്കാരും തെറ്റായിട്ടുള്ള പല അഡ്വൈസുകളും കൊടുത്തിട്ട് ഇത് അനാവശ്യമായിട്ടുള്ളൊരു വിഷയമായിട്ട് ഫ്ലെയറപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പോകുന്നുണ്ട്. കാരണം ഇതെല്ലാം അവരുടെ ഒറിജിനൽ തോട്ടാണ് എന്നൊന്നും തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഹിന്ദുക്കളുടെ വിഷയമല്ല, ഇതിൽ ഹിന്ദു മതവികാരം വ്രണപ്പെടേണ്ടുന്ന സാഹചര്യമില്ല. ഇവിടെ നടന്നിരിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്, ഒരു ക്രൈമാണ്. അത് കേവലം ആ ഒരു ക്രൈം മാത്രമല്ല, അതിലൊരു സാമൂഹ്യ വിഭജനം ഉണ്ടാക്കുന്ന രീതിയിലത്തേക്ക്, മതസ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിലത്തേക്ക് ഒരു സമുദായത്തിനെ മൊത്തം PC ജോർജിനെതിരെ കേസെടുത്തില്ലേ? PC ജോർജിനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? മുസ്ലിങ്ങളെ തീവ്രവാദികൾ എന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരിലാണെന്നല്ലേ പറയുന്നത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് റെക്കോർഡിൽ ക്യാപ്ചർ, വീഡിയോയിൽ റെക്കോർഡായിരിക്കുന്ന കാര്യമല്ലേ? എല്ലാ മാധ്യമങ്ങളും ക്യാപ്ചർ ചെയ്തിരിക്കുന്നതല്ലേ മുസ്ലിം തീവ്രവാദികൾ എന്ന് പറയുന്നത്? ഇവർക്കെതിരെ എന്തുകൊണ്ടാണ് കേസില്ലാത്തത്? എന്തുകൊണ്ടാണ് ഇവർ ചർച്ചകളിൽ പങ്കെടുക്കുന്നത്? അങ്ങനെയല്ല ഉണ്ടാകേണ്ടത്. അപ്പം നമ്മുടെ സിസ്റ്റം, നമ്മുടെ സമൂഹം ഇവരെ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ ഇതുണ്ടാകുമെന്ന് ഭയപ്പെടുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു തോന്നൽ പോലും പ്രബലമാകാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപകരിക്കുന്നത്. അങ്ങനെയുള്ള വിഷയങ്ങളുടെ പിന്നാലെ ദൈവത്തെ ഓർത്ത് ഹിന്ദു സംഘടനകൾ പോകരുത്. ഇത് വളരെ വെടിപ്പായിട്ടുള്ള നേരായ രീതിയിലത്തേക്കുള്ള ഒരു കാര്യമല്ല ഇതുവരെ കേട്ടിടത്തോളം. അതിൻ്റെ ലയബിലിറ്റി ഏറ്റെടുക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വവും ഒരു ഹിന്ദു സംഘടനയ്ക്കുമില്ല. അത് പറഞ്ഞാൽ നിങ്ങൾ ഹിന്ദു വിരോധിയാകുന്നുവെങ്കിൽ ഹിന്ദു വിരോധിയാവുക എന്ന് പറയുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. എന്തായാലും അങ്ങ് വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത്രയും ദുരൂഹതയുള്ള ഒരു സംഭവത്തിനകത്ത് നിയമ നടപടിക്ക് സഹകരിക്കുക എന്നുള്ളതാണ് ഹിന്ദുവിൻ്റെ പക്ഷത്ത് നിന്ന് പോലും ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. വെറുതെ ഇത്തരം കാര്യങ്ങളുടെ പുറകെ പോയിട്ട് അതും എടുത്ത് തലയിൽ വെച്ച് നടക്കുമ്പോൾ ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും തന്നെയാണ് ഈ പരിഹസിക്കപ്പെടുന്നത് എന്നുകൂടി ഇത്തരം ഹിന്ദു സംഘടനകൾ ആലോചിക്കണമെന്നും കൃത്യമായ നിയമ നടപടിക്ക് സഹകരിക്കണമെന്നുമാണ് നമ്മൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിൻ്റെ ആവശ്യവും. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി സാർ. നന്ദി പാർത്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.